രാംപാൻ ടേസ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ചക്കയുടെ സീസണാണല്ലോ. ചക്ക വെച്ചിട്ടൊരു ചക്കപ്പുഴുക്കായാലോ. നല്ല തണുപ്പത്ത് നല്ല മഴയുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചക്കപ്പുഴുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എവിടെ നിന്ന് ചക്കരാൻ പോന്നു? അതേതാ പറഞ്ഞേ? വേണ്ട മതി. അങ്ങനെയുണ്ടോ? ആ അങ്ങനെ ഇതേ നമുക്ക് പപ്പ ചക്കയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ മടലെല്ലാം കളഞ്ഞ് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുരുവെല്ലാം കളഞ്ഞ് ആദ്യം വലിയ പീസായിട്ട് എടുക്കുക, എന്നിട്ടത് വട്ടത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇന്ന സൈസൊന്നും ഒന്നുമില്ല, കാരണം നമ്മളത് പുഴുക്കല്ല ഉണ്ടാക്കുന്നത്. ഇത് മൊത്തം നല്ല കുഴഞ്ഞ പരുവാവണം. അങ്ങനത്തെ ചക്കയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും സ്റ്റൗവിലല്ല എല്ലാം കുക്ക് ചെയ്യുന്നത്. ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പുറത്ത് അടുപ്പ് സെറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് കരുതി. കാരണം നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ നടക്കുകയുള്ളൂ. ദുബായിലൊക്കെ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ബാർബിക്യൂ ചെയ്യാൻ ഡെസേർട്ടിൽ പോകേണ്ടി വരും. അങ്ങനെ ദേ തീയൊക്കെ പതുക്കെ പിടിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഉരുളി ഇതിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. ഉരുളിയിലാട്ടോ പുഴുക്ക് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആ ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആ കളർ എന്തുമാത്രം വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ മതിയേ. ഒത്തിരി വെള്ളം ആദ്യമേ ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു പൊടിക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേ വെള്ളം അങ്ങ് കിടക്കേണ്ടത്. ഇതുപോലെ കുറച്ച് വെള്ളം അവിടെ ബാക്കി കിടന്നാൽ മതി. ആ ചക്ക നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി നമുക്കത് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞ് മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ട് ചക്ക ഒന്ന് പതുക്കെ വെന്ത് തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പൊത്തി വെച്ച് നമുക്ക് പിന്നെ മൂടി വെച്ചാണ് നമുക്ക് ഈ ചക്ക വേവിച്ചെടുക്കേണ്ടത്. ഇനി ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ചക്കയ്ക്കുള്ള തേങ്ങ ചിരക്കിയതൊക്കെ റെഡിയാക്കാം. കണ്ടോ, നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി മുളക് ഉണ്ടായി കിടക്കുന്നത് കണ്ടോ. പക്ഷേ ഇന്ന് നമ്മൾ ഈ മുളകല്ല കേട്ടോ, നമ്മൾ കാന്താരി മുളകാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കുവാണ്. പിന്നെ ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ വെളുത്തുള്ളി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. പിന്നെ ഒരു 10-12 കാന്താരി മുളക്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളകിൻ്റെ അളവ് മാറ്റാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ കുറച്ച് കറിവേപ്പില. ഉപ്പ് ഓപ്ഷണലാണ്. നമ്മുടെ ചക്കയിലകത്ത് ഉപ്പ് നോക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നമുക്ക് ചക്ക ഒന്ന് തുറന്ന് നോക്കാം. ദേ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉടയണ രീതിയിൽ ആ തവി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ചിരക്കി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ്ചറുണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് പൊത്തി വെക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചക്കപ്പുഴുക്ക് നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ടൈം എപ്പോഴാണ്? നമ്മളവിടെ UAE ടൈമിലാണ്. കാരണം അവിടെ ചക്ക കിട്ടും, പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അതേ ടേസ്റ്റിൽ തന്നെ ചക്ക കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. പിന്നെ നമ്മുടെ ഈ കാന്താരി മുളക് കോമ്പിനേഷനൊക്കെ ഈസിലി അവൈലബിൾ ഇതുപോലെ തന്നെ നാട്ടിൽ തന്നെയില്ല, മുറ്റത്തുനിന്ന് പറിച്ചാൽ മതിയല്ലോ. ഇതൊന്ന് മൂടി വയ്ക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ ഈ ചക്കപ്പുഴുക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകിട്ട മീൻകറിയാണ് കേട്ടോ. അതും ഒരു 2 ദിവസം മുന്നേ പ്രിപ്പയർ ചെയ്ത മീൻകറി വേണം. അതാണ് കറക്റ്റ് പുളിയൊക്കെ ആയിട്ട് നല്ല പാകമാവുക. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചക്കപ്പുഴുക്ക് ഒരു വാഴയിലയിലോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻകറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ആസ് യൂഷ്വൽ ഞാനും അഭിയേട്ടനും ദേ ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരുവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Icon on the YouTube app and never miss another update.